ഞാൻ സ്ഥാനാർത്ഥിയിൽ നിന്ന് കൊല്ലം NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ വികസനത്തിന് മുൻതൂക്കം നൽകിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് നേടുന്നതെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞു. കൊല്ലത്തിന്റെ വികസനം നരേന്ദ്രമോദിയുടെ നേട്ടമാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൂടി എത്തിയിരിക്കുന്നു. ഇതോടുകൂടി കൊല്ലത്ത് ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു. BJP ദേശീയ നേതൃത്വം കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് നടൻ കൂടിയായ ജി കൃഷ്ണകുമാറിനെയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കൊല്ലത്ത് പോരാട്ടം ശക്തമാകാൻ പോകുന്നു. NDA സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. എത്രത്തോളം തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയാണുള്ളത്? നമ്മളെപ്പോഴും ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെയാണ് തെരഞ്ഞെടുപ്പിന് വരുന്നത്. നമ്മൾ 100% പ്രതീക്ഷയുമായിട്ട് നമ്മൾ ഇറങ്ങുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചാൽ നരേന്ദ്രമോദി വികസനത്തിലൂടെ കേരളത്തിനെ ഒന്നാകെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരം മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, കാസർഗോഡ് മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, എവിടെ എടുത്തു നോക്കിയാലും ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ ഒരു ത്രികോണ മത്സരമല്ല സംഭവിക്കുന്നത്. രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ മത്സരം. ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും. ഇന്ത്യ മുന്നണി എന്ന് വെച്ചാൽ വെറും തട്ടിപ്പോണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ കേരളത്തിനകത്ത് ഇങ്ങനെ നിൽക്കും, കേരളത്തിന് പുറത്തു പോയാൽ വേറെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാൻ ചോദിച്ചാൽ രാഹുൽ ഗാന്ധി. പ്രേമേന്ദ്രനും രാഹുൽ ഗാന്ധി ജയിപ്പിക്കണം, പ്രധാനമന്ത്രിയാക്കണം. മുകേഷിനും പ്രധാനമന്ത്രിയായിട്ട് ആരെ വേണം? രാഹുൽ ഗാന്ധി വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ രണ്ട് മുന്നണിയേ ഉള്ളൂ, എന്തിനാ ഒരു മത്സരം? ഇവിടെ ഇന്ത്യയും തമ്മിൽ മത്സരിച്ചാൽ പോരെ? ഇതൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് ജനങ്ങൾ തിരിച്ചറിയുക. ഇലക്ഷന് പോകുമ്പോൾ ആർക്ക് കുത്തണമെന്ന് ആലോചിക്കുക. കാരണം പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയാണ് ഇവിടെ ജയിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുക, കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുക. ഇതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കൊല്ലത്തൊരു താര പോരാട്ടമാണ് വന്നിരിക്കുന്നത്. രണ്ട് നടന്മാരാണ് പോരാടുന്നത്. ഒപ്പം പാർലമെന്റിലെ മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള ഒരു അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള പ്രേമചന്ദ്രനുമാണ്. എങ്ങനെയാണ് കൊല്ലത്തെ മത്സരം അങ്ങ് നോക്കുന്നത്? അല്ല, ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഈ മികച്ച പാർലമെന്റേറിയൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർലമെന്റിൽ മികച്ച സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. കൊല്ലത്ത് അതിന്റെ വികസനം വരണം. വികസനം വെച്ചാൽ വാക്കിലുള്ള വികസനമല്ല, കാഴ്ചയിലൂടെ കാണണം. ഇപ്പൊ നരേന്ദ്രമോദി ഒരു ട്രെയിൻ കൊടുക്കുന്നു, വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ. ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ ജനങ്ങൾ കാണുന്നു, അത് അനുഭവിക്കുകയാണ് അതിന്റെ സുഖം. അതാണ് ജനങ്ങൾക്ക് വേണ്ട വികസനം. അപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ട് ആ സംസാരം കുടച്ചെടുത്ത് ഇവിടെ കുടിവിട്ട് റോഡുണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സംസാരിക്കുന്നവരല്ല, പ്രവർത്തിക്കുന്നവരാണ്. അതാണ് നരേന്ദ്രമോദി. ഈ വരവൊരല്പം വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്നറിയോ, ഇലക്ഷൻ ഇന്നത്തെ സമയം നമുക്കിന്ന് മീഡിയ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, ഇതെല്ലാം കൂടെ നമുക്ക് 20-25 ദിവസം ഉണ്ടെങ്കിൽ ഒരു ലോക്സഭ മുഴുവൻ കവർ ചെയ്ത് നമുക്ക് സുഖമായ പ്രചരണം നടത്താം. ഒട്ടും വൈകിട്ടില്ല എന്ന് തന്നെയാണ്. അല്ല, വൈകുന്നതല്ല, ഇതിന്റെ ചർച്ചകൾ നടക്കും. കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ ഏറ്റവും ഉചിതമായ മണ്ഡലങ്ങളിൽ ഇറക്കണം. അതിന്റെ ചർച്ചയായിരുന്നു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ചർച്ച നടന്നു. തിരുവനന്തപുരത്ത് ആരെ നിർത്തണം? അപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ട് ശരി, കൃഷ്ണകുമാറിനെ കൊല്ലത്തേക്ക് വിടുക. കാരണം അവിടെ പ്രവർത്തനങ്ങൾ ധാരാളം ആവശ്യമാണ്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മുരടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ട് അവിടെ ശശി തരൂരിനെ നേരിടാൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് മന്ത്രിയെ കൊണ്ടിരുന്നു, ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഓരോ മണ്ഡലത്തിന് അനുയോജ്യരായവരെ തെരഞ്ഞെടുക്കുന്നതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ വിജയരഹസ്യം. LDF കൺവീനർ പോലും പറയേണ്ടി വന്നിരിക്കുന്നു. അതായത് BJPയും LDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ശക്തരായ നേതാക്കളാണ്, അല്ലെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളാണ് NDA അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് LDF കൺവീനർ പോലും പറഞ്ഞു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതാണല്ലോ സത്യം. എത്രയായാലും പുറത്തു വരും. ഇപ്പോൾ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരെന്ന് നമ്മളിപ്പോൾ പ്രേമേന്ദ്രൻജി എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും മോഡിജിയാണെന്ന്. അപ്പോൾ അതെന്താണ്, ഇരു മുന്നണികൾക്കും വ്യക്തമാണ്. പക്ഷെ അവർക്ക് കുറച്ച് നാളും കൂടി ഈ തട്ടിപ്പൊക്കെ നടത്താം. കാരണം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഡിജിറ്റൽ വിപ്ലവം നരേന്ദ്രമോദി ഗ്രാമങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് ആരാണ് ഇവിടെ വികസനം കൊണ്ടിരുന്നത്, നരേന്ദ്രമോദി. കൊല്ലത്തെ ജനങ്ങൾക്കെന്നല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ കൃഷ്ണകുമാർ ജിയെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല. സുപരിചിതമായ മുഖമാണ്. അത് തന്നെയാണോ ഈ ഒരു സ്ഥാനാർത്ഥിത്വം വൈകാനുണ്ടായ സാഹചര്യം? കാരണം നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു നമ്മുടെ തിരിച്ചറിവ്, നമ്മളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം ഒരു ദൈവാധീനത്തിന്റെ ഭാഗമാണ്, നമ്മുടെ കഴിവിന്റെ ഭാഗമല്ല. പക്ഷേ അവർ നോക്കുന്നത്, ഞാൻ കൂടുതലും സിനിമയേക്കാൾ സീരിയലിൽ ശോഭിച്ച ഒരാളാണ്, കുടുംബ പ്രേക്ഷകരുടെ ആളാണ്. ഞാനൊരു കുടുംബനാഥനാണ്. എൻ്റെ കുടുംബത്തിലെ എനിക്ക് 4 പെൺമക്കളുണ്ട്. അവരെയും ജനങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുകയും എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും അതിശയിക്കും. ഈശ്വര, ഞാൻ സിനിമയിൽ വലിയൊരു താരമൊന്നുമല്ല, ഞാനൊരു സാധാരണ നടൻ മാത്രമായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മക്കളെയും അതുപോലെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കേരള ജനത എന്ന് പറയുന്നത്, അതെനിക്ക് എത്ര പറഞ്ഞാലും അത് മതി വരില്ല. അവരോടുള്ള നന്ദി. അപ്പോൾ അവർ നമ്മളെ ഇത്തവണ തെരഞ്ഞെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കൊല്ലത്തേക്ക് അയച്ചിരിക്കുന്നത്. ഈ പ്രചരണത്തിൽ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? ഒറ്റ വാക്ക്, വികസനം. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു തലമുറ വികസനം കാണാതെ ജീവിതം നശിച്ചുപോയി കേരളത്തിൽ ഒന്നാകെ. അതിൽ കൊല്ലത്തിൻ്റെ കാര്യം പറയണ്ട. ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് തന്നെ നോക്കൂ. സ്വതന്ത്ര ഭാരതത്തിന് ആദ്യമായിട്ടാണ് ഇത്രയും നല്ല
ഒരു റോഡ് വരുന്നത്. അതും കൊല്ലത്ത് 40 വർഷത്തോളം അടഞ്ഞു കിടന്ന പദ്ധതി നരേന്ദ്രമോദി വന്നിട്ടാണ് ഓപ്പൺ ചെയ്തത്. അവകാശം ഉന്നയിക്കാൻ പ്രേമേന്ദ്രൻ വരും, പക്ഷെ ഒറ്റക്കായും നരേന്ദ്രമോദി മാത്രമാണ് ഈ വികസനത്തിന് പിന്നിൽ. അപ്പോൾ ഈ വികസനം മാത്രം മതി. ഇതായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ വികസനം നിങ്ങൾ നോക്കൂ, 383 കോടി രൂപയുടെ വികസനം. അദ്ദേഹം പറയുന്നു MP ഫണ്ട് 5 കോടിയുള്ളൂ, പിന്നെ എങ്ങനെ MP കൊണ്ടിരുന്നത്? അതുകൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവന്ന കാണാൻ പറ്റുന്ന വികസനം മാത്രമാണ് ഇലക്ഷന്റെ വിഷയം. മുകേഷിനെതിരെ ആയാലും പ്രേമചന്ദ്രനെതിരെ സംഘിവൽക്കരണമാണ് ആക്ഷേപം ഉയരുന്നത്. സംഘിവൽക്കരണം എന്നുള്ള ആക്ഷേപം ഉയരുന്നു. മുകേഷിനെതിരെയുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഫോൺ ചെയ്യലും നാക്കുപിഴകളുമാണ്. അങ്ങയുടെ പഴയ ചില പ്രയോഗങ്ങളൊക്കെ ഈ തരത്തിലൊരു നെഗറ്റീവ് ആകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് എപ്പോഴും ഈ ട്രോള് മറ്റൊരെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും കണ്ടെത്താനായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? ഇതിനകത്ത് എൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ട്രോൾ അല്ലെ ഒരു വിഷയം ഇവർ തെളിവോടെ കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഏത് വിഷയം എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് വന്നൊരു വിഷയം എന്താണെന്ന് എൻ്റെ ഭാര്യയുടെ വ്ളോഗിൽ ഞാൻ പഴങ്കഞ്ഞിയെ പറ്റി പറഞ്ഞിരിക്കുന്ന വിഷയം, ആ വീഡിയോ മുഴുവൻ കണ്ടാൽ അറിയാം. അതേസമയം രാത്രി 6 മണിക്ക് ശേഷം ഒരു ചാക്ക് തെറി കൊടുക്കുന്ന വാക്കുകളുണ്ട്. അതിലൊന്നും ഞാൻ വിടത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ മാത്രമല്ല മക്കളോടും പറയും, നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പൊതുജനങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറുക. അവരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. വൈകി എത്തിയെങ്കിലും ലേറ്റായി വന്നെങ്കിലും ലേറ്റസ്റ്റായി തന്നെ വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നേറ്റം കുറിക്കാനുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോവുകയാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി. പ്രതിഭാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. ഓൾ ദി ബെസ്റ്റ്.